ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം ലക്ഷം കോടി രൂപയായി ഉയർത്താനാകുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ സിറ്റി പരിധിയിൽ കേന്ദ്രീകൃത ലോക്കപ്പ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ അമൃത സെന്റർ ഫോർ ഓങ്കോജെനറ്റിക്സ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 4-ന് കോഴിക്കോട്ട് നടക്കും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം ലക്ഷം കോടി രൂപയായി ഉയർത്താനാകുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊയിലാണ്ടിയിൽ പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടിയിൽ പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന് ശിലയിട്ടു. ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. 2021 കേരളത്തിന്റെ തനത് നികുതി വരുമാനം 47,000 കോടി രൂപയായിരുന്നുവെന്നും ഈ വർഷം ഇത് 95,000 കോടി രൂപയായി ഉയർന്നെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷം ലക്ഷം കോടി രൂപയിലെത്തിക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ ഘട്ടത്തിൽ 22 ട്രഷറികളാണ് സർക്കാർ പുതുക്കി നിർമ്മിക്കുന്നത്. 10 മാസത്തിനകം സബ് ട്രഷറി നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രാജാക്കന്മാരുടെ കാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തും ഒക്കെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിങ് സംവിധാനത്തിന്റെ ഗവൺമെന്റ് ബാങ്കിങ്ങിന്റെ കേന്ദ്രം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആ ട്രഷറി പോരാ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുതുതായി നിർമ്മിക്കുന്ന ട്രഷറി കെട്ടിടത്തിന് ഏകദേശം 2 കോടി രൂപയാണ് ചിലവ്. 1,90,90 ലക്ഷത്തിനടുത്താണ്. ട്രഷറി നിർമ്മിക്കുമ്പോൾ ഞങ്ങളൊരു കാര്യം വളരെ നിർബന്ധമായി പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ട്രഷറിയിൽ വരുന്ന ആളുകൾക്ക് ഒരു ഫ്രണ്ട്ലി ആയ വളരെ സൗകര്യപ്രദമായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ കെ.ജി. രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ. സത്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി.കെ. ശ്രീകുമാർ, സദീഖ് കിഴക്കയിൽ, ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. വേണു, വാർഡ് കൗൺസിലർ എ. അസീസ്, മുൻ എംഎൽഎമാരായ കെ. ദാസൻ, പി. വിശ്വൻ, ട്രഷറി വകുപ്പ് ഡയറക്ടർ ബി. സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ സിറ്റി പരിധിയിൽ കേന്ദ്രീകൃത ലോക്കപ്പ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ഉത്തരമേഖല ഐ.ജി. രാജ്പാൽ മീണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് സെൽ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ തസ്തികകൾ അനുവദിക്കുക. സിറ്റിയിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുക. പോലീസ് സബ് ഡിവിഷൻ തലത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുക. 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുക. ട്രാഫിക് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടികളെടുക്കുക. ജീവനക്കാർക്ക് കുടിശ്ശികയുള്ള മുഴുവൻ DAയും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മേളനം നടന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉത്തരമേഖല ഐ.ജി. രാജ്പാൽ മീണ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ. രാഗേഷ് അധ്യക്ഷനായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ടി. നാരായണൻ, ക്രൈംബ്രാഞ്ച് SP PC സജീവൻ, വിജിലൻസ് സ്പെഷ്യൽ സെൽ SP അബ്ദുൾ റസാഖ്, SSP DYSP കെ. സുദർശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ ദുഷ്കരമായിട്ടുള്ള പല ക്രൈം ഡിറ്റക്ഷനുകൾ കൂടാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പല സൽപ്രവൃത്തികൾ കൃത്യതയോടുകൂടി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള സൈനികനെ കണ്ടെത്തുന്നതിനുള്ള വലിയൊരു എഫേർട്ട് റിസൾട്ട് എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന്
കുന്നമംഗലത്ത് നിന്നുള്ള MBBS ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ 2 ടൻസാനിയൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നൈജീരിയൻ സ്വദേശിയെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കുന്നമംഗലം സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രതിനിധി സമ്മേളനം PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, സിറ്റി സെക്രട്ടറി C പ്രദീപ് കുമാർ, PP ഷിജു, മാജി D റൊസാരിയോ, IK മുരളീധരൻ, P ബാബുരാജൻ, K പ്രസീത എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ അമൃത സെന്റർ ഫോർ ഓങ്കോജെനറ്റിക്സ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃത ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും രോഗികൾക്ക് കൃത്യമായ ചികിത്സ നൽകാനും ലക്ഷ്യമിട്ട് കൊച്ചി അമൃത ആശുപത്രിയുടെ അനുബന്ധ സ്ഥാപനമായ കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃത കൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ അമൃത സെന്റർ ഫോർ ഓങ്കോജെനറ്റിക്സ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി, കൊച്ചി ആശുപത്രിയിലെ പ്രൊഫസർ ഡോക്ടർ C ശ്രീകുമാർ, ഡോക്ടർ ആരതി, ഡോക്ടർ ഹരീഷ്, ഡോക്ടർ പ്രഷീദ, ബ്രഹ്മശ്രീ ഷൈജൽ, ദീപേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാൻസർ രോഗനിർണയത്തിനുള്ള ജനറ്റിക് പരിശോധന ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ വഴി രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ക്ലിനിക്കിൽ ഉണ്ടായിരിക്കും. ഓങ്കോളജി, ജനറ്റിക്സ് വിഭാഗത്തോടൊപ്പം അമൃത ഹോസ്പിറ്റൽസ് കൊച്ചി, ഫരീദാബാദ് ക്യാമ്പസുകളുടെ സഹകരണത്തോടെ ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധരുടെ ഒരു പാനലാണ് യൂണിറ്റിന് നേതൃത്വം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ തികച്ചും സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 4-ന് കോഴിക്കോട്ട് നടക്കും. ജൂബിലി ഹാളിൽ നടക്കുന്ന വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLAയും അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസും നിർവഹിക്കും. ഒരു മതവും ഒരു ലോകത്തും ഒരു തീവ്രവാദമോ ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു ലഹരിയോ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു മതവും ശ്രമിക്കുന്നില്ല. പക്ഷേ എല്ലാ മതങ്ങളിലും മതമറിയാത്ത കുറേ ആളുകൾ മതത്തിൻ്റെ പേരിൽ തീവ്രവാദം സമൂഹത്തിൽ പകർത്തുകയും രാജ്യത്തുള്ള സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെ നടക്കുന്ന SLRC സംഗമത്തിൽ വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വിജ്ഞാന മത്സരങ്ങൾ, പുസ്തക പ്രകാശനം, സാംസ്കാരിക അവാർഡ് വിതരണം, പൊതുസമ്മേളനം തുടങ്ങിയ സെഷനുകൾ നടക്കും. വിവിധ സെഷനുകളിലായി സംസ്ഥാന സംഗമത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിക്കും. സാംസ്കാരിക അവാർഡ് വിതരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA ചടങ്ങിൽ അധ്യക്ഷനാകും. ഉയർന്ന ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അറബിയിൽ തന്നെ അറബി തഫ്സീർ നടപ്പിലാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പഠനത്തിന്റെ സിലബസ് ഏറെക്കുറെ സ്വീകാര്യോഗ്യമാവുകയും കേരളത്തിൽ പിന്നീട് വന്ന ഖുർആൻ പഠന കേന്ദ്രങ്ങൾക്കൊക്കെയും ഒരു പ്രചോദനമായി മാറുവാൻ സാധിച്ചു എന്നതാണ് ഈ SLRC പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാർത്താ സമ്മേളനത്തിൽ SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി, ജനറൽ സെക്രട്ടറി K ഇഫ്തിഖാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്കും. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്. വിസ്മയം തീർക്കുവാൻ
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മറ്റു വെറും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കുന്നു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹിമായത്തുൽ ഇസ്ലാം ഓൾഡ് സ്റ്റുഡൻസ് ടീം ബീച്ച് ആശുപത്രിയിലേക്ക് വീൽ ചെയറുകൾ നൽകി. വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം സിവിൽ ജഡ്ജി ടി ആൻസി നിർവഹിച്ചു. കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹിമായത്തുൽ ഇസ്ലാം ഓൾഡ് സ്റ്റുഡൻസ് ടീം ബീച്ച് ആശുപത്രിയിലേക്ക് വീൽ ചെയറുകൾ നൽകി. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ ടി ആൻസി ഉദ്ഘാടനം ചെയ്തു. ലോക കേരള സഭാംഗം PK കബീർ സലാല മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ CK ജീവൻലാൽ, ഓൾഡ് സ്റ്റുഡൻസ് ടീം പ്രസിഡന്റ് VM അൻവർ സാദത്ത്, ജോയിന്റ് സെക്രട്ടറി NM ബഷീർ, P അനിൽ, സാജു, സജീഷ് നായർ, പ്രേമൻ പറന്നാട്ടിൽ, ചന്ദ്രൻ ഇയാട്, സ്കൂൾ മാനേജർ PKM അസീസ്, നിസാർ വാടിയിൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്ലാസ്മേറ്റ്സ് 93 കലാ സാംസ്കാരിക വേദി കുടുംബസംഗമം നടത്തി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കൌൺസിലർ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഗുരുവന്ദനവും നടത്തി. ബേപ്പൂരിലെ ക്ലാസ്മേറ്റ്സ് 93 കലാ സാംസ്കാരിക വേദി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി 14ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 93 SSLC ബാച്ചിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിവിധ പരിപാടികളോടെയാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. 47ാം വാർഡ് കൌൺസിലർ ഗിരിജ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജയപ്രശാന്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് KK പ്രമോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ കിക്ക് ബോക്സിംഗ് ഗോൾഡ് മെഡൽ ജേതാവ് ദിപിൻ ദേവ്, കോമഡി ഉത്സവം ഫെയിം നെവിൻ പോൾ, അനയ് കൃഷ്ണ, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം വൈഗ സുധീഷ് എന്നിവർ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. മാധ്യമ പ്രവർത്തകൻ സതീഷ് കൊല്ലർകണ്ടി, കലാ സാംസ്കാരിക പ്രവർത്തകൻ സ്വരൂപ് ശിവപുരി, സുധീഷ് M, സിനിമ സീരിയൽ പ്രവർത്തകൻ മുരളി ബേപ്പൂർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ സ്കൂൾ എന്ന് സ്ഥാപിച്ചു എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഈ സ്കൂള് എങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനൊരു രേഖകളില്ല. ഈ സ്കൂളിന്റെ ആധാരമില്ല. ഈ സ്കൂള് എങ്ങനെയൊക്കെയാണ് സ്ഥലം വാങ്ങിയതെന്ന് ഒന്നുള്ളതിനൊരു രേഖകളില്ല. ബിൽഡിങ്ങുകൾ എപ്പോൾ വന്നു എന്നതിന് രേഖകളില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ചരിത്രം, ബേപ്പൂർ ഹൈസ്കൂളിന്റെ ചരിത്രം നിർമ്മിക്കുക എന്ന ഒരു ദൗത്യം ടീച്ചർ LC ടീച്ചർ എന്നെ ഏൽപ്പിച്ചത്. 6 മാസത്തെ കഠിന അധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലൊക്കെ നിങ്ങൾ കാണുന്ന ബേപ്പൂർ ഹൈസ്കൂളിന്റെ ചരിത്രം നിങ്ങൾ കണ്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. 2024 KA കൊടുങ്ങല്ലൂർ സാഹിത്യ പുരസ്കാരം വത്സരൻ പുതുശ്ശേരിക്ക് നൽകുമെന്ന് മാധ്യമം റിക്രിയേഷൻ ക്ലബ്ബ് അറിയിച്ചു. അവാർഡ് മെയ് അവസാന വാരം സമർപ്പിക്കുമെന്നും KA കൊടുങ്ങല്ലൂർ പുരസ്കാര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഗ്രന്ഥാലോകം സാഹിത്യ മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയ വത്സരൻ വാതുശ്ശേരിയുടെ കഥക്കാണ് പുരസ്കാരം നൽകുന്നത്. അദ്ദേഹത്തിന്റെ ആകസ്മികം എന്ന കഥയാണ് ജൂറി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രന്ഥാലോകം സാഹിത്യ മാസികയിൽ പ്രസിദ്ധീകരിച്ച ആകസ്മികം എന്ന കഥയാണ് വത്സരൻ വാതുശ്ശേരിയെ KA കൊടുങ്ങല്ലൂർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 20,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. എഴുത്തുകാരായ KP രാമനുണ്ണി, UK കുമാരൻ, PK പാറക്കടവ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. കഥാസന്ദർഭങ്ങളെ ധ്വനിപ്പിച്ചുകൊണ്ട് തന്നെ കഥയെ എങ്ങനെ തീവ്ര അനുഭവമാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന കഥയാണ് വത്സരൻ വാതുശ്ശേരിയുടെ ആകസ്മികം എന്ന് ജൂറി വിലയിരുത്തി.
വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗം PK പാറക്കടവ്, മാധ്യമം റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് ഹാഷിം എളമരം, പുരസ്കാര സമിതി കൺവീനർ A. ബിജുനാഥ് എന്നിവർ സംബന്ധിച്ചു. ഞങ്ങളുടെ പുരസ്കാരദാന ചടങ്ങ് മെയ് അവസാന വാരം നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെടിയനാട് ബദ്രിയ ഗ്രാറ്റോണിയം സമ്മേളനങ്ങൾക്ക് മെയ് 1 തുടക്കമാകും. അത്തിക്കോട് ന്യൂ ക്യാമ്പസിലാണ് സമ്മേളന പരിപാടികൾ നടക്കുന്നത്. മെയ് 4 അവസാനിക്കുന്ന ഗ്രാറ്റോണിയത്തിന്റെ സമാപന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച 3-ാം തീയതി നടക്കുന്ന കുടുംബ സംഗമത്തിൽ ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. ഡോക്ടർ ഷെരീഫ് പരപ്പുകയിൽ ലഹരി വിരുദ്ധ സംഗമത്തിന്റെ ഭാഗമായുള്ള പ്രഭാഷണവും നടത്തും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തലീക്കര, സയ്യിദ് മഷ്ഹൂർ മുല്ലക്കോയ തങ്ങൾ വാവാട് അടക്കമുള്ള സാദാത്തുക്കളും പണ്ഡിതരും ആ പരിപാടിയെ സമ്പന്നമാക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അന്ന് വൈകുന്നേരം നടക്കുന്ന സൗഹൃദ സമ്മേളനം. ആദരണീയരായ മന്ത്രി PM മുഹമ്മദ് റിയാസ്, MLA-മാരായ MK മുനീർ, PTA റഹീം സാഹിബ് തുടങ്ങിയവരും താമരശ്ശേരി DYSP സുഷീർ കെയും അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന സൗഹൃദ സമ്മേളനമാണ്. ഗ്രാറ്റോണിയം സമ്മേളനങ്ങളുടെ ഭാഗമായി മെയ് 1 നടക്കുന്ന പ്രാസ്ഥാനിക സമ്മേളനം SYS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയും, ശനിയാഴ്ച രാവിലെ നടക്കുന്ന കുടുംബസംഗമം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തളീക്കരയും, വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സൗഹൃദ സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസും ഉദ്ഘാടനം ചെയ്യും. സൗഹൃദ സമ്മേളനത്തിൽ ആംബുലൻസ് മന്ത്രി സമർപ്പിക്കും. മെയ് 4 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മതപണ്ഡിതരും വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരും സമ്മേളന പരിപാടികളിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ബദ്രിയ ജനറൽ സെക്രട്ടറി ഫസൽ സഖാഫി നരുക്കിനി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PV അഹമ്മദ് കബീർ, ബദ്രിയ ഫിനാൻസ് സെക്രട്ടറി K ബീരാൻ കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷം ശതപൂർണിമ 2025ന്റെ 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പ്രകടനങ്ങളുടെ കാർണിവൽ പെരിങ്ങളത്ത് തുടങ്ങി. കാർണിവലിനോടനുബന്ധിച്ച് ഏപ്രിൽ 27 ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും കലാപരിപാടികൾ അരങ്ങേറും. നാടൻ പാട്ടുകൾ, ക്ലാസിക് ഡാൻസുകൾ, സിനിമാറ്റിക് ഡാൻസുകൾ, ഗാനമേള, കോൽക്കളി, അർബനമുട്ട്, ദഫ്മുട്ട്, കരാട്ടെ പ്രദർശനം എന്നിവ വേദിയിലെത്തും. മറ്റ് വിവിധ സാംസ്കാരിക പരിപാടികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്ന കലാരാവുകളും സംഘടിപ്പിക്കും. പൂർവ്വ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒത്തുകൂടാൻ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ വൈകുന്നേര കൂട്ടം ഒരുക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ തുടരുന്നത്. വനിതാ കൂട്ടായ്മ, ഇഫ്താർ വിരുന്ന്, പ്രവേശനോത്സവം, പരിസ്ഥിതി ദിനാഘോഷം, വായനാ വാരത്തോടനുബന്ധിച്ച് മെഗാ ക്വിസ് ഉൾപ്പെടെ വിവിധ പരിപാടികളും, ചാന്ദ്രദിനം, മെഗാ എക്സ്പോ, ഓണസദ്യ, പൂർവ്വ അധ്യാപക കൂട്ടായ്മ, ഗുരുവന്ദനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഗാന്ധി പാർക്ക്, ഗാന്ധി പ്രതിമ നിർമ്മാണം എന്നിവയും കലാ കായിക മത്സര ഇനങ്ങളും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, മാവൂർ. സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ മെഗാ കോൺഫിക്കേഷൻ മന്ത്രി B. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷം മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് മേഖലയിൽ ഒരു വർഷത്തിൽ 5000-ഓളം പേര് പഠിച്ചിറങ്ങുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നേട്ടമാണിത്.
സ്വീസ് മെഗാ കോൺവോക്കേഷൻ സെറിമണിയിൽ 5000-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. 1750 അധ്യാപക വിദ്യാർത്ഥിനികൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങും. സർട്ടിഫിക്കറ്റ് വിതരണം, പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം, കലാപരിപാടികൾ, സ്റ്റേജ് ഷോ എന്നിവയാണ് സംഘടിപ്പിക്കുന്നത്. കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി MK മുനീർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ വിശിഷ്ടാതിഥിയാകുമെന്നും സംഘാടകരായ CP മുഹമ്മദ് ഹാരിസ്, താഹിർ അലി, ഷബ്ന, അനീഷ, അബ്ദുൽ കരീം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹരിത യാത്രകൾക്ക് തുടക്കമായി. ശോഭീന്ദ്ര യാത്രകൾ എന്ന് പേരിട്ടിരിക്കുന്ന യാത്രകളുടെ ഉദ്ഘാടനം കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ നിർവഹിച്ചു. കടലുണ്ടി പുഴയോരത്ത് നടന്ന ചടങ്ങിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര മുഖ്യ പ്രഭാഷണം നടത്തി. ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ ഹരിത സന്ദേശം നൽകി. സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി. പ്രിയേഷ് വാസുദേവൻ, ശങ്കരനാരായണൻ മഞ്ചേരി, സത്യബാബു, AK ഗ്രിജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ യാത്ര കടലുണ്ടി കണ്ടൽ വനങ്ങളിലേക്ക് നടത്തി. വിവിധ കണ്ടൽ വനങ്ങളെ നേരിട്ട് കണ്ടും ഓരോന്നിന്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്രയായിരുന്നു. പുഴയോരത്ത് ജൈവ സദ്യയും ഒരുക്കി. അടുത്ത യാത്ര ദേശീയ കർഷക പുരസ്കാര ജേതാവായ KBR കണ്ണന്റെ പയ്യന്നൂരിലുള്ള കൃഷിയിടത്തിലേക്ക് മെയ് 18 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 1,00,000 കോടി രൂപയായി ഉയർത്താനാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന പ്രതികളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ സിറ്റി പരിധിയിൽ കേന്ദ്രീകൃത ലോക്കപ്പ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ അമൃത സെന്റർ ഫോർ ഓങ്കോജെനറ്റിക്സ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും മെയ് 4 കോഴിക്കോട്ട് നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.